നമസ്കാരം. ദ പ്രസ്സിലേക്ക് സ്വാഗതം. മാതൃഭൂമി ദിനപത്രം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തയായി നൽകിയിരിക്കുന്നത് രണ്ട് പ്രധാനപ്പെട്ട വാർത്തകൾ നൽകിയിട്ടുണ്ട്. ഒന്നാമത്തെ പേജിൽ തന്നെ തലക്കെട്ട്, വലിയ തലക്കെട്ടോട് കൂടി തന്നെ അതിൽ ഒന്ന്, ജീവരഹസ്യത്തിൻ്റെ പിതാവിന് പ്രണാമം എന്നുള്ള തലക്കെട്ടിലാണ്. ജെയിംസ് വാട്സൺ അന്തരിച്ചു എന്നുള്ളതാണ്. അദ്ദേഹം ആധുനിക വൈദ്യശാസ്ത്രത്തിലെ സുപ്രധാനമായിട്ടുള്ള കണ്ടുപിടുത്തമാണ് ഈ DNA തന്മാത്രകളുടെ രൂപഘടന. അത് അദ്ദേഹമാണ് ആ ഒരു നിർണായകമായിട്ടുള്ള കണ്ടെത്തൽ നടത്തിയത്. ചുറ്റുഗോവണിയുടെ മാതൃകയിലുള്ള ആ ഒരു ഇരട്ടപ്പിരിയൻ ഘടന അതാണ് ശരിക്കും ആധുനിക വൈദ്യശാസ്ത്രത്തിൽ വലിയ രീതിയിലൊരു കുതിപ്പിലേക്ക് നീങ്ങാൻ ഇടയാക്കിയതും ആ ഒരു കണ്ടുപിടുത്തം തന്നെയായിരുന്നു. ക്യാൻസർ പോലുള്ള രോഗങ്ങളെ കണ്ടെത്തുന്നതിനും അതിൻ്റെ ഉറവിടം പോലും കണ്ടെത്തുന്നതിനും ഒക്കെയും സഹായകമായിട്ടുള്ള ഒരു കണ്ടെത്തലായിരുന്നു. അത് ജെയിംസ് വാട്സൻ്റെ ആയിരുന്നു. അദ്ദേഹം അന്തരിച്ചിരിക്കുന്നു. 97-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം ലോകത്തോട് യാത്ര പറയുന്നത്. ആ വാർത്തയാണ് ജീവരഹസ്യത്തിൻ്റെ പിതാവിന് പ്രണാമം എന്നുള്ള തലക്കെട്ടിൽ മാതൃഭൂമി നൽകിയിരിക്കുന്നത്. ലോകത്തെ മാറ്റിമറിച്ച ജീവൻ്റെ രഹസ്യം കണ്ടെത്തിയ മഹാശാസ്ത്രജ്ഞരിൽ ഒരാളായിട്ടുള്ള ജെയിംസ് വാട്സണ് ലോകത്തിൻ്റെ പ്രണാമം. ജീവൻ്റെ രഹസ്യമായ DNA തന്മാത്രയുടെ ചുറ്റുഗോവണിയുടെ മാതൃകയിലുള്ള ഇരട്ടപ്പിരിയൻ ഘടന കണ്ടെത്തിയ വാട്സൺ വ്യാഴാഴ്ച വിടവാങ്ങി. US-ലെ ലോങ് ഐലൻഡിലുള്ള ചികിത്സാ കേന്ദ്രത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്ത്യം സംഭവിച്ചത്. 25-ാം വയസ്സിൽ ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞനായ ഫ്രാൻസിസ് ക്രിക്കിനൊപ്പം ചേർന്നാണ് അദ്ദേഹം DNA ഘടന കണ്ടെത്തിയത്. 20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും മഹത്തരമായ കണ്ടുപിടുത്തം എന്നായിരുന്നു ഇതിനെ വിശേഷിപ്പിക്കപ്പെട്ടതും. എന്തായാലും അദ്ദേഹത്തിൻ്റെ മരണമാണ് മാതൃഭൂമി അതിൽ ഒന്നാമത്തെ വാർത്തയായി തന്നെ നൽകി. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ എഴുതി ചേർത്തിട്ടുമുണ്ട്. 1962-ൽ ക്രിക്കറ്റിനും 1962-ൽ ക്രിക്കിനും വിൽക്കിനും ഇടയിൽ ഉണ്ടായിരുന്ന വൈദ്യശാസ്ത്ര നോബൽ അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു. ഒപ്പം തന്നെ US പ്രസിഡന്റ്, ശാസ്ത്ര ഉപദേശക സമിതിയുടെ ഉപദേഷ്ടാവ്, അമേരിക്കൻ അക്കാദമി ഓഫ് ആർട്സ് ആൻഡ് സയൻസ് അംഗം തുടങ്ങിയ സ്ഥാനങ്ങൾ അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. എലിസബത്ത് ലൂയിസാണ് ജീവിത പങ്കാളിയായി എത്തിയത്. 2 മക്കൾ അദ്ദേഹത്തിന് ഉണ്ട്. 15-ാം വയസ്സിൽ ഷിക്കാഗോ സർവകലാശാലയിൽ സ്കോളർഷിപ്പോടെ പഠനം ആരംഭിക്കുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ 1928-ലാണ് അദ്ദേഹത്തിൻ്റെ ജനനം. എന്തായാലും ഉൾപേജിലും ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഉണ്ട് എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയായി മാതൃഭൂമി നൽകിയിരിക്കുന്നത്, ദൈവത്തിനും വിവേചനമില്ല, ജാതി കൊണ്ട് വിശ്വാസത്തെ വേലികെട്ടാനാകില്ല എന്ന മദ്രാസ് ഹൈക്കോടതിയുടെ സുപ്രധാനമായിട്ടുള്ളൊരു വിധിയാണ് മാതൃഭൂമി ഒന്നാമത്തെ പേജിൽ നൽകിയിരിക്കുന്നത്. ദൈവത്തിന് വിവേചനമില്ലെന്നും ജാതിയോ മതമോ ഉപയോഗിച്ച് വിശ്വാസത്തെ വേലികെട്ടി നിർത്താനും മുൻവിധി കൊണ്ട് ദൈവികതയെ പരിമിതപ്പെടുത്താനും സാധിക്കില്ല എന്ന് മദ്രാസ് ഹൈക്കോടതി ഒരു ഉത്തരവിട്ടിരിക്കുന്നു. കാഞ്ചീപുരത്തെ ഗ്രാമത്തിൽ ദളിത് കോളനിയിലൂടെ ക്ഷേത്രരഥം എഴുന്നള്ളിക്കാനുള്ള നടപടിയെടുക്കാൻ ജില്ലാ ഭരണകൂടത്തോട് ഉത്തരവിട്ടുകൊണ്ടാണ് കോടതിയുടെ നിരീക്ഷണം. കാഞ്ചീപുരം പുത്തഗ്രാം പ്രദേശത്തെ ദളിത് വിഭാഗത്തിൽപ്പെട്ട സെൽവരാജ് തൊട്ടുകൂടായ്മ നിർമ്മാർജ്ജന സമിതി ജില്ലാ സെക്രട്ടറി ആനന്ദൻ എന്നിവരാണ് ഹർജി സമർപ്പിച്ചത്. ജാതിയുടെയോ മതത്തിൻ്റെയോ പേരിൽ വിശ്വാസത്തെ ഹനിക്കാൻ സാധിക്കില്ല. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 14 പ്രകാരം തൊട്ടുകൂടായ്മ നിർത്തലാക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആർക്കൊക്കെയാണ് ദൈവത്തിന് മുന്നിൽ നിൽക്കാനും ആരാധിക്കാനും അർഹതയുള്ളതെന്നും ഇല്ലാത്തതെന്നുമൊക്കെ നിബന്ധനകൾ നിർദ്ദേശിക്കാൻ ആർക്കും അവകാശമില്ലെന്നും ജസ്റ്റിസ് ബാലാജിയുടെ ബെഞ്ച് വ്യക്തമാക്കി. ദൈവത്തെ ആരാധിക്കുന്നതിൽ ഒരു വിവേചനവും നടത്തുന്നില്ല എന്ന് ഉറപ്പാക്കാനും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. എന്തായാലും രഥം ദളിത് കോളനിയിലൂടെ എഴുന്നള്ളിക്കാൻ സൗകര്യമൊരുക്കണം. ക്ഷേത്രത്തിൽ ദളിതർ ആരാധന നടത്തുന്നത് ഇതര ജാതിക്കാർ തടയുന്നതിനെതിരെ അഭിഭാഷകരായ കുമാരസ്വാമിയും തിരുമൂർത്തിയും ശക്തമായി എതിർക്കുകയും ചെയ്തിരുന്നു. സുപ്രധാനമായിട്ടുള്ള വിധിയാണ് മദ്രാസ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. ഒപ്പം തന്നെ ഇക്കാലത്തും ഇത്തരത്തിലുള്ള വിധികൾ ഉണ്ടാകേണ്ട ഒരു സാമൂഹ്യ സാഹചര്യം അതാണ് ഏറ്റവും വലിയ രീതിയിൽ നമ്മളെയൊക്കെയും ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്.
തെരുവുനായ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം സുപ്രധാനമായിട്ടുള്ളൊരു വിധി പ്രസ്താവിച്ചിരുന്നു. തെരുവുകളൊക്കെ തന്നെ തെരുവുനായ മുക്തമാക്കണം എന്നുള്ള ഒരു നിർദ്ദേശം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായി. അതിന് വേണ്ടിയുള്ള നടപടികൾ സംസ്ഥാനങ്ങൾ ഒപ്പം തന്നെ പൊതു ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളൊക്കെ തന്നെയും ചെയ്യേണ്ടതുണ്ട് എന്നുള്ള നിർദ്ദേശമാണ് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ സാഹചര്യം വലിയ രീതിയിൽ പ്രതിസന്ധിയാണ് എന്ന് ഇന്നലെ തന്നെ മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ വ്യക്തമാക്കിയിരുന്നു. അതുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയായി മാതൃഭൂമി നൽകിയിരിക്കുന്നത്. തെരുവുനായ നിയന്ത്രണം സുപ്രീം കോടതി വിധി കേരളത്തിന് സങ്കീർണം എന്നുള്ളതാണ് ആ വാർത്തയുടെ തലക്കെട്ട്. തെരുവുനായ നിയന്ത്രണത്തിനുള്ള സുപ്രീം കോടതി നിർദ്ദേശങ്ങൾ കേരളത്തിൽ നടപ്പാക്കുന്നത് സങ്കീർണമാകും. കോടതി നിർദ്ദേശിച്ച ഷെൽട്ടർ പദ്ധതി മുൻപ് പരീക്ഷിക്കാൻ ഒരുങ്ങിയെങ്കിലും അപ്രായോഗികമാകുന്നുണ്ടെന്ന് കേരളം അതങ്ങനെ ആ രീതിയിൽ അപ്രായോഗികമാണ് എന്ന് കണ്ടതുകൊണ്ടാണ് കേരളം ആ വിഷയത്തിൽ നിന്ന് പിന്മാറുന്ന സാഹചര്യമുണ്ടായത്. നായകളെ വന്ധീകരിക്കുന്ന ABC കേന്ദ്രങ്ങളുടെ പ്രവർത്തനം പോലും തടസ്സപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഇതെല്ലാം പരിഗണിച്ച് കോടതി വിധി സർക്കാർ ചർച്ച ചെയ്യും. ഉത്തരവ് പാലിച്ചില്ലെങ്കിൽ ഉദ്യോഗസ്ഥർക്കെതിരെ കോടതിയലക്ഷ്യ നടപടി ഉണ്ടാകുമെന്നും സുപ്രീം കോടതി നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ഒരു നടപടി അത് വളരെ വേഗം തന്നെ പ്രാവർത്തികമാക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല നിലവിൽ കേരളത്തിലുള്ളത് എന്നുള്ളത് മന്ത്രി തന്നെ വ്യക്തമാക്കിയിരുന്നു. അതുമായി ബന്ധപ്പെട്ട ഒരു തുടർ വാർത്തയാണ് ഇന്ന് മാതൃഭൂമി അതുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്നത്. 9737 നായകളെ വന്ധീകരിച്ചു. സംസ്ഥാനത്ത് ഈ വർഷം സെപ്റ്റംബർ വരെ വന്ധീകരിച്ച 9737 തെരുവ് നായകളെയാണ്. 53,401 നായകൾക്ക് പ്രതിരോധ കുത്തിവയ്പ്പ് എടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതും ഒരു ബൗണ്ട് ലെറ്ററിൽ നൽകിയിട്ടുണ്ട്. എന്തായാലും തെരുവുനായ ആക്രമണം ഒപ്പം തന്നെ വിഷബാധയിട്ടുള്ള മരണങ്ങളൊക്കെ തന്നെയും ഇപ്പോഴും വലിയ രീതിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. ആ ഒരു ഘട്ടത്തിൽ ആ ഒരു സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ടാണ് സുപ്രീം കോടതി അത്തരത്തിലൊരു വിധിപ്രസ്താവം നടത്തിയത്. എന്തായാലും അതിനുള്ള നടപടികൾ അല്ലെങ്കിൽ തെരുവുനായ മുക്തമാകുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ഒരു ശാശ്വത പരിഹാരം ഉണ്ടാവേണ്ടത് അനിവാര്യവുമാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. സർക്കാരിനെ വിമർശിച്ചാലും അഭിപ്രായ സ്വാതന്ത്ര്യം നിയന്ത്രിക്കാനാവില്ല എന്ന് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നു. സർക്കാരിനെതിരെ വിമർശനങ്ങളും വിയോജിപ്പും പൗരന്മാരുടെ അഭിപ്രായ സ്വാതന്ത്ര്യം നിയന്ത്രിക്കുന്നതിനുള്ള മതിയായിട്ടുള്ള കാരണമല്ലെന്ന് ഹൈക്കോടതി. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകരുതെന്നും നേരിട്ട് നൽകുന്നതാണ് നല്ലതെന്നും സാമൂഹിക മാധ്യമത്തിൽ പോസ്റ്റിട്ട എറണാകുളം അയ്യമ്പിള്ളി സ്വദേശി എസ് മനുവിൻ്റെ പേരിൽ രജിസ്റ്റർ ചെയ്ത കേസ് റദ്ദാക്കിയാണ് ജസ്റ്റിസ് VG അരുണിൻ്റെ ഉത്തരവ് എന്നുള്ളതാണ്. ഭരണഘടന അഭിപ്രായ സ്വാതന്ത്ര്യം ഉറപ്പു നൽകുന്നുണ്ട്. വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യവും അതിൽ ഉൾപ്പെടുന്നുണ്ട്. ചിന്തിക്കാനും പ്രതികരിക്കാനുമുള്ള അവകാശം പ്രധാനമാണ്. രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്കും പൊതുജീവിത ക്രമത്തിനും ഭീഷണിയാകുന്ന സാഹചര്യങ്ങളിലേക്കാണ് അഭിപ്രായ പ്രകടനം നിയന്ത്രിക്കാനാകുക. സർക്കാർ നടപടികളെ വിമർശിക്കുന്നത് ഇതിൻ്റെ പരിധിയിൽ വരില്ല എന്നും കോടതി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഡൽഹി വിമാനത്താവളത്തിൽ കഴിഞ്ഞ ദിവസം വലിയ രീതിയിൽ സിഗ്നൽ തകരാറിനെ തുടർന്ന് വലിയ പ്രതിസന്ധി രൂപപ്പെട്ടിരുന്നു. എന്തായാലും അതൊക്കെ തന്നെയും പരിഹരിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള വാർത്ത മാതൃഭൂമി ഒന്നാമത്തെ പേജിൽ നൽകിയിട്ടുണ്ട്. എയർ ട്രാഫിക് കൺട്രോൾ സംവിധാനത്തിലെ സാങ്കേതിക പിഴവ് കാരണം അവതാളത്തിലായിരുന്ന ഡൽഹി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ സർവീസുകൾ ശനിയാഴ്ച സാധാരണ നിലയിലേക്ക് എത്തി എന്നുള്ളതാണ് ആ വാർത്ത. കാശ്മീരിൽ നുഴഞ്ഞുകയറ്റ ശ്രമം നടന്നിരുന്നു. 2 ഭീകരരെ സൈന്യം വധിക്കുകയും ചെയ്തു. ആ വാർത്തയും ഒന്നാമത്തെ പേജിൽ തന്നെ നൽകിയിരിക്കുന്നു. ബ്രിക്സ് ഉച്ചകോടി വമ്പൻ പദ്ധതികളുമായി കേന്ദ്രം എന്നുള്ള തലക്കെട്ടിൽ ഒരു ചെറിയ വാർത്ത നൽകിയിരിക്കുന്നു. ജനുവരിയിൽ ഇന്ത്യ ആതിഥ്യം വഹിക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട് വിപുലമായിട്ടുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്ത കേന്ദ്ര സർക്കാർ എന്നുള്ളതാണ് ആ വാർത്തയുടെ വിശദാംശം. ഇന്ത്യയിൽ നടന്ന മുൻ G20 അധ്യക്ഷ പദവിക്ക് സമാനമായ രീതിയിലാണ് ആസൂത്രണം നടക്കുന്നതെന്നും ആ വാർത്തയിൽ ചൂണ്ടിക്കാണിക്കുന്നു. കാകദൃഷ്ടി മാതൃഭൂമിയുടെ കാർട്ടൂൺ പങ്ക്തിയാണ്. അതിൽ ഗോപികൃഷ്ണൻ ആണ് വരയ്ക്കുന്നത്. K. ജയകുമാർ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്നുള്ളതാണ് ആ വിഷയമാക്കിയിരിക്കുന്നത്. ചന്ദനലേപം 100% പൊള്ളലിന് എന്നുള്ളതാണ് അതിൽ കുറിച്ചിരിക്കുന്ന വാക്യം എന്ന് പറയുന്നത്. ചന്ദനലേപ സുഗന്ധം എന്നുള്ള ഗാനത്തിൻ്റെ രചയിതാവ് കൂടിയാണ് K. ജയകുമാർ. അദ്ദേഹം IAS ഉദ്യോഗസ്ഥനാണ് ആയിരുന്ന ആ ഘട്ടത്തിൽ പോലും അദ്ദേഹം നിരവധിയായിട്ടുള്ള സിനിമാ ഗാനങ്ങൾ ഇപ്പോഴും പ്രേക്ഷകർക്ക് വലിയ രീതിയിൽ താല്പര്യമുള്ള ഇപ്പോഴും ഫേവറേറ്റായി തന്നെ നിൽക്കുന്ന നിരവധിയായിട്ടുള്ള ഗാനങ്ങളുടെ രചയിതാവ് കൂടിയാണ് അദ്ദേഹം. അപ്പോൾ ആ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ചന്ദനലേപം 100% പൊള്ളലിന് എന്നുള്ളതാണ് ഇപ്പോൾ നിലവിലുള്ള പ്രശ്നങ്ങൾക്കൊരു ശാശ്വതമായിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള പരിഹാരം കാണാൻ വേണ്ടി തന്നെ കഴിയുന്നതാണ് ഈ ഒരു നടപടി എന്നുള്ളതാണ്
വരച്ചു കാട്ടുന്നത്. കോളേജ് അധ്യാപകരുടെ PhD MPhil ഇൻക്രിമെൻ്റ് റദ്ദാക്കി എന്നുള്ളതാണ് ഒരു വാർത്തയായി നൽകിയിരിക്കുന്നത്. 7ാം ശമ്പള കമ്മീഷൻ കാലയളവിൽ കോളേജ് അധ്യാപകർക്ക് നൽകിയ PhD MPhil ഇൻക്രിമെൻ്റ് തുക ധനവകുപ്പ് റദ്ദാക്കി. 2016 അനുവദിച്ച ആനുകൂല്യം തിരിച്ചുപിടിക്കാനാണ് ഉത്തരവിൽ വന്നിരിക്കുന്നത്. 300-ലേറെ അധ്യാപകരുടെ അധിക വിഹിതം സ്ഥാനക്കയറ്റ കുടിശ്ശികയിൽ നിന്നോ ക്ഷാമബത്ത പരിഷ്കാരത്തിൽ നിന്നോ ഈടാക്കാനാണ് തീരുമാനം. ഇവർ 9 വർഷത്തെ തുക സർക്കാരിലേക്ക് തിരിച്ചടക്കേണ്ടി വരും എന്നുള്ളതാണ് ആ ഒരു പ്രത്യേകമായിട്ടുള്ള സ്ഥിതിവിശേഷം. ഇന്നലെ വന്ദേ ഭാരത് പുതിയ ട്രെയിൻ അനുവദിച്ചിരുന്നു. അതിൻ്റെ ഉദ്ഘാടന പരിപാടികളുണ്ടായിരുന്നു. അതിൽ ഗണഗീതം പാടിയത് വിവാദമായിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു വാർത്തയും 1-ാമത്തെ പേജിൽ മാതൃഭൂമി നൽകിയിട്ടുണ്ട്. വന്ദേ ഭാരത് ട്രെയിനിൻ്റെ ഉദ്ഘാടന വേളയിൽ സ്കൂൾ കുട്ടികൾ RSS ഗണഗീതം പാടിയത് വിവാദമായി. ദേശഭക്തി ഗാനം എന്ന നിലയിലാണ് ഇതിൻ്റെ വീഡിയോ ദക്ഷിണ റെയിൽവേ പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നത്, അവർ സൈറ്റിലിടുകയും ചെയ്തിരുന്നത്. പക്ഷേ അതിനെതിരെ ശക്തമായിട്ടുള്ള വിമർശനങ്ങൾ ഉണ്ടായതോടുകൂടി അത് പിൻവലിക്കുകയായിരുന്നു. തുടർന്ന് അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം വീണ്ടും അത് അപ്ലോഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഗൾഫ് വർത്തമാനം എന്ന 2-ാമത്തെ പേജിൽ ഏറ്റവും നിറഞ്ഞു നിൽക്കുന്നത് ഈ ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൻ്റെ വാർത്തകളാണ്. നിരവധിയായിട്ടുള്ള സംഭവങ്ങളെല്ലാം തന്നെ അതിൽ ചേർത്തിട്ടുണ്ട്. 2-ാമത്തെ പേജ് ഏതാണ്ട് നിറയെ അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ തന്നെയാണ് മാതൃഭൂമി നൽകിയിരിക്കുന്നത്. ലൈബ്രറികൾ സമ്പന്നമാക്കും, 45 ലക്ഷം ദിർഹം അനുവദിച്ച് ഷാർജ ഭരണാധികാരി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വാർത്തയായി അതിൽ നൽകിയിരിക്കുന്നത്. എമിറേറ്റിലെ പൊതു ലൈബ്രറികൾ സമ്പന്നമാക്കാൻ 45 ലക്ഷം ദിർഹം അനുവദിച്ച് സുപ്രീം കൗൺസിൽ അംഗവും ഷാർജ ഭരണാധികാരിയുമായ ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമി 44ാമത് ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ പങ്കെടുക്കുന്ന പ്രസാധകരുടെ ഏറ്റവും പുതിയ പ്രസിദ്ധീകരണങ്ങൾ വാങ്ങാനാണ് എമിറേറ്റിലുടനീളമുള്ള പൊതു ലൈബ്രറികൾക്ക് തുക അനുവദിക്കുന്നത്. എല്ലാ വർഷവും മേളയിൽ ഏറ്റവും പുതിയ പ്രസിദ്ധീകരണങ്ങൾ വാങ്ങുന്നതിന് ഷെയ്ഖ് സുൽത്താൻ സാമ്പത്തിക സഹായം നൽകാറുണ്ട്. ഇത്തവണ 2350 പ്രസാധകരാണ് ഈ മേളയിൽ പങ്കെടുക്കുന്നത്. അവരുടെ ഏറ്റവും പുതിയ പുസ്തകങ്ങളാവും വാങ്ങുക എന്നുള്ളതാണ് ഈ ഒരു തീരുമാനത്തിൽ വന്നിരിക്കുന്നത്. ഒപ്പം തന്നെ ബുക്ക് ഫെയർ പുരസ്കാര ജേതാക്കളെ ആദരിക്കുന്ന ചടങ്ങും ഇതിൽ നടന്നിരുന്നു. അതിൻ്റെ ചിത്രവും വാർത്തയും ഉൾപ്പെടെ നൽകിയിട്ടുണ്ട്. തന്നെ മേളയിൽ AI-യിലൂടെയുള്ള കഥ പറച്ചിൽ, നിരവധിയായിട്ടുള്ള ശില്പശാലകൾ മേളയുമായി ബന്ധപ്പെട്ട് നടത്തുന്നുണ്ട്. അതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ശില്പശാലയാണ് AI-യിലൂടെയുള്ള കഥ പറച്ചിൽ എങ്ങനെ വേണം അതിനെക്കുറിച്ചുള്ളൊരു പഠന ക്യാമ്പ് പോലെ നടത്തിയിരുന്നു. അതിൻ്റെ വാർത്തയും 1-ാമത്തെ ഈ ഒരു പുസ്തക മേളയുമായി ബന്ധപ്പെട്ട വാർത്തയിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ തന്നെ വലിയ രീതിയിൽ തിരക്ക് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും ഉണ്ടായിരുന്ന വീക്കെൻഡ് സമയം കൂടിയാണ്. അപ്പം സ്വാഭാവികമായും നിരവധിയായിട്ടുള്ള ആളുകൾ പുസ്തകമേളയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമാണ്. ഇന്നലെ വലിയ രീതിയിൽ തിരക്ക് അനുഭവപ്പെട്ടിരുന്നത്. അതിൻ്റെ ചിത്രം ഉൾപ്പെടെ നൽകിയിട്ടുണ്ട്. ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് വൈകിട്ട് 5:30 EP ജയരാജൻ്റെ പുസ്തകത്തെക്കുറിച്ചുള്ള ചർച്ചയാണ്. 60 വർഷത്തിലേറെയായി രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന EP ജയരാജൻ്റെ സംഭവബഹുലമായ ഭൂതകാലം ആത്മകഥയായി മലയാളികളോട് പറയുന്ന പുസ്തകമാണ് ഇതാണ് എൻ്റെ ജീവിതം. ഞായറാഴ്ച വൈകിട്ട് 5:30 ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവ വേദിയിലെ റൈറ്റേഴ്സ് ഫോറത്തിൽ പുസ്തകത്തിൻ്റെ ചർച്ച നടക്കും എന്നുള്ളതാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. അതും ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ UAE-യിൽ ഉണ്ട്. ഇന്ന് അബുദാബിയിൽ അദ്ദേഹം പൊതുസമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിക്കും. ഇന്നലെ അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള സ്വീകരണമാണ് ലഭിച്ചത്. ആ വാർത്ത വലിയൊരു വാർത്തയായി തന്നെ 3-ാമത്തെ പേജിൽ മാതൃഭൂമി നൽകിയിരിക്കുന്നു. ശബരിമലയിലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് K. ജയകുമാർ എത്തുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു അഭിമുഖം മാതൃഭൂമി നൽകിയിട്ടുണ്ട്. ശബരിമലയിൽ എല്ലാം സൂപ്പർ സേഫ് ആകണം എന്നുള്ളതാണ് തൻ്റെ ആഗ്രഹം എന്നുള്ളതാണ് അദ്ദേഹം പ്രധാനമായും പറഞ്ഞിരിക്കുന്നത്. നിലവിലെ സംഭവങ്ങളൊക്കെ തന്നെയും അത് അതിൻ്റെ വഴിക്ക് തന്നെ പോട്ടെ. പക്ഷേ ഇനിയിപ്പോൾ വരാൻ പോകുന്നത് മണ്ഡലം കരവിളക്ക് ഈ ദർശനത്തിൻ്റെ സമയം കൂടിയാണ്. അപ്പോൾ അതിൻ്റെ എല്ലാ ഭക്തർക്കും അവിടെ കൃത്യമായിട്ടുള്ള ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ട് ഉണ്ടാകാത്ത രീതിയിലുള്ള നടപടികളിലേക്ക് കടക്കേണ്ടതുണ്ട്. മുഴുവൻ സൗകര്യങ്ങൾ ഒരുക്കേണ്ടതുണ്ട്. അതിനാണ് താൻ ഏറ്റവും പ്രഥമ പരിഗണന നൽകുന്നത് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. ആ കാര്യങ്ങളെല്ലാം തന്നെയാണ് ആ ഒരു ഇത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ അഭിമുഖത്തിൽ നൽകിയിരിക്കുന്നത്. എഡിറ്റോറിയൽ പേജിലേക്ക് വന്നാൽ ജീവൻ്റെ കോഡ് തുറന്ന മനുഷ്യൻ എന്നുള്ളതാണ്. ആധുനിക ജീവശാസ്ത്രത്തിൽ
നിർണായകമായിട്ടുള്ള ആ കണ്ടുപിടുത്തം അദ്ദേഹത്തിൻ്റെ ജെയിംസ് വാട്സൻ്റെ ആ ഒരു വിടപറയൽ ആയിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് ഈ ഒരു എഡിറ്റോറിയൽ മാതൃഭൂമി തയ്യാറാക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ ആ എഡിറ്റോറിയൽ പേജിലും അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട അദ്ദേഹത്തെക്കുറിച്ചുള്ള ലേഖനം നൽകിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ കണ്ടെത്തലുമായി ബന്ധപ്പെട്ട ലേഖനം അത് നൽകിയിരിക്കുന്നു. DNA പഴയ DNA അല്ല എന്നുള്ള ഒരു തലക്കെട്ടിലാണ് അതിൻ്റെ ഒരു കൊടുത്തിരിക്കുന്നത്. ഒപ്പം തന്നെ നായകനോ പ്രതിനായകനോ ജെയിംസ് വാട്സൺ, അദ്ദേഹത്തിന് വിവാദങ്ങളുടെ തോഴൻ എന്ന നിലയ്ക്ക് പോലും അദ്ദേഹം പലപ്പോഴും വാർത്തകളിൽ നിറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതൊക്കെ തന്നെയും ഈ ഒരു ലേഖനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വാർത്തയും വീക്ഷണവും എന്നുള്ള പേജിലേക്ക് വന്നാൽ ഡൽഹിയിലെ ചേരിയിൽ വൻ തീപിടുത്തം എന്നുള്ള വാർത്ത ഉണ്ടായിരുന്നു. 500ഓളം കുടിലുകൾ കത്തി നശിച്ചു, ഒരാൾ മരിച്ചു എന്നുള്ളതായിരുന്നു ആ വാർത്തയുടെ സാരാംശം എന്ന് പറയുന്നത്. അതിൻ്റെ ചിത്രം ഉൾപ്പെടെ നൽകിക്കൊണ്ടാണ് ആ വാർത്ത നൽകിയത്. ഡൽഹിയിൽ സ്വാഭാവികമായും വലിയ രീതിയിലുള്ള വായുമലിനീകരണമൊക്കെ തന്നെ നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഒപ്പം തന്നെ ഈ 500ഓളം കുടിലുകൾ കത്തി നശിക്കുക എന്ന് പറയുന്നത് അതൊരു ചെറിയ കാര്യമല്ല. നിരവധിയായിട്ടുള്ള ആളുകൾ, ഈ കുടിലുകളിൽ താമസിക്കുന്ന മനുഷ്യർ, അതൊക്കെയും വലിയ രീതിയിൽ പ്രതിസന്ധിയാകുന്ന സാഹചര്യമാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു അപകടത്തിൻ്റെ ഭീകരത വ്യക്തമാക്കുന്ന ഒരു ചിത്രവും ആ വാർത്തയോടൊപ്പം തന്നെ നൽകിയിരിക്കുന്നു. ഇതോ SIR എന്നുള്ള തലക്കെട്ടിലൊരു വാർത്ത മാതൃഭൂമി നൽകിയിട്ടുണ്ട്. BJP മുൻ MP ബീഹാറിലും ഡൽഹിയിലും വോട്ട് ചെയ്തെന്ന പ്രതിപക്ഷത്തിൻ്റെ ഒരു ആരോപണത്തോടു കൂടിയാണ് ആ വാർത്ത നൽകിയിരിക്കുന്നത്. SIRൻ്റെ ആ ഒരു നടപടിക്രമങ്ങളൊക്കെയും ചോദ്യം ചെയ്യപ്പെടുന്ന തരത്തിലേക്കാണ് ആ വാർത്ത, പ്രതിപക്ഷത്തിൻ്റെ ഒരു ആരോപണം അതാണ് വാർത്തയിൽ പ്രധാനമായും നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ പ്രവാസികൾക്കായി കോൾ സെൻറ്റർ എന്നുള്ളതും ഒരു വാർത്തയുണ്ട്. SIRമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്ന ഘട്ടത്തിൽ അതിൻ്റെ പ്രവാസികൾക്കായി പ്രത്യേകമായിട്ടുള്ള കോൾ സെൻറ്റർ സ്ഥാപിക്കും എന്നുള്ള ഒരു വാഗ്ദാനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. അതാണ് ആ വാർത്തയിൽ നൽകിയത്. വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണത്തിന് പ്രവാസികളെ സഹായിക്കാൻ പ്രത്യേക കോൾ സെൻറ്റർ ആരംഭിക്കും. ആശയവിനിമയത്തിന് ഇമെയിൽ സൗകര്യവും ഉണ്ടാകുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചിരിക്കുന്നു. രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുമായി നടത്തിയ യോഗത്തിൽ ആശങ്കകൾക്ക് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം എന്നുള്ളതാണ്. നോർക്കയുടെ സഹായത്തോടെ പ്രവാസി സംഘടനകളുമായി ചർച്ച നടത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും വിട്ടുപോയവരെ ചേർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളൊക്കെ തന്നെയും അതിൽ നടക്കുന്നുണ്ട്. പ്രതിപക്ഷ ഐക്യത്തിനെതിരെ ആഞ്ഞടിച്ച് പ്രധാനമന്ത്രി. ബീഹാറിൽ ആദ്യഘട്ട പോളിംഗ് 65.08%. ഒപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട് അമിത്ഷാ രഹസ്യയോഗം ചേർന്നെന്ന് കോൺഗ്രസിൻ്റെ ഒരു ആരോപണവും ഉണ്ട്. ബീഹാറിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉദ്യോഗസ്ഥരുമായി രഹസ്യ യോഗം ചേർന്നു എന്നുള്ളതാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. ബീഹാറിലെത്തുന്ന ഓരോ തവണയും ഉദ്യോഗസ്ഥരെ കാണുന്നുണ്ടെന്നും അതേസമയം ഹോട്ടലിലെ CCTV ക്യാമറകൾ കടലാസ് ഉപയോഗിച്ച് മറച്ചുവെന്നും ആരോപണം ഉണ്ട്. പവൻ ഖേരയാണ് ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. ഡോക്ടർ ഹാരിസിൻ്റെ മറ്റൊരു ആരോപണമാണ് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയായി നൽകിയിരിക്കുന്നത് മാതൃഭൂമി. മെഡിക്കൽ കോളേജിൻ്റെ സ്ഥിതി പ്രാകൃതം, സിസ്റ്റത്തിനെതിരെ ആഞ്ഞടിച്ച് ഡോക്ടർ ഹാരിസ് എന്നുള്ളതാണ്. ഇത്രയും കാലം പുരോഗമിച്ചിട്ടും പ്രാകൃതമായിട്ടുള്ള നിലവാരത്തിലാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജെന്നും സംസ്കാരമുള്ള ആർക്കും അവിടേക്ക് പോകാൻ പറ്റാത്ത സ്ഥിതിയാണെന്നും ഡോക്ടർ ഹാരിസ് വ്യക്തമാക്കിയിരിക്കുന്നു. നാടൊട്ടുക്കും മെഡിക്കൽ കോളേജുകൾ തുടങ്ങിയിട്ട് കാര്യമൊന്നുമില്ലെന്നും ഉള്ളതിൻ്റെ നിലവാരം കൂട്ടുകയാണ് വേണ്ടതെന്നും അദ്ദേഹം പറയുകയും ചെയ്യുന്നു. ശക്തമായിട്ടുള്ള വിമർശനമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. ഇനിയിപ്പോൾ എന്തെല്ലാം തരത്തിലുള്ള നടപടികൾ അദ്ദേഹം സ്വീകരിക്കേണ്ടി വരുമെന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. കൊച്ചി മെട്രോ 2ാം ഘട്ടം കാക്കനാട്ടേക്ക് കുതിപ്പ് തുടങ്ങാൻ ഇനി 7 മാസം എന്നുള്ളതാണ് തലക്കെട്ടായി നൽകിയിരിക്കുന്നത്. അതിൻ്റെ ചിത്രങ്ങൾ, പണി പുരോഗമിക്കുന്നതിൻ്റെ ചിത്രങ്ങൾ ഒക്കെ തന്നെയും നൽകിക്കൊണ്ടാണ് ആ വാർത്താ ലക്ഷ്യം. 1/2 കോടി യാത്രക്കാർ എന്നുള്ളതാണ്. സ്പോർട്സ് പേജിലേക്ക് വന്നാൽ വളരെ വിശദമായി തന്നെ മാതൃഭൂമി അവരുടെ സ്പോർട്സ് പേജ് കളർഫുള്ളായി തന്നെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ISLന് വാണിജ്യ പങ്കാളിയെ കണ്ടെത്താൻ കഴിയാത്തത് ഇന്ത്യൻ ഫുട്ബോളിൽ കടുത്ത അനിശ്ചിതത്വമാണ് സൃഷ്ടിക്കുന്നത് എന്നുള്ള തലത്തിൽ ഇന്ത്യൻ പ്രതിസന്ധി ലീഗ് എന്നുള്ള തലക്കെട്ടിൽ ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ വാർത്ത നൽകിയിരിക്കുന്നു. സൂപ്പർ ലീഗ് കേരള 100 കോടിയുടെ ലൈവ് സ്ട്രീമിംഗ് കരാറോടുകൂടി കേരളത്തിൽ നിന്നായി നടക്കുന്നു. ബംഗാൾ സൂപ്പർ ലീഗ് അവരുടെ ബ്രാൻഡ് അംബാസഡറായി ജർമ്മൻ ഫുട്ബോൾ ഇതിഹാസം
ലോതർ മത്യൂസുമായി കരാറിലെത്തുന്നു. പരമ്പരാഗത ശക്തികളായ 2 സംസ്ഥാനങ്ങളിൽ ഫുട്ബോളിന് ഉണർവേകുന്ന പ്രവർത്തനം വിജയകരമായി മുന്നോട്ട് പോകുമ്പോഴും രാജ്യത്തെ 1-ാം ഡിവിഷൻ ലീഗായ ഇന്ത്യൻ സൂപ്പർ ലീഗിന് വാണിജ്യ പങ്കാളിയില്ലാതെ കടുത്ത അനിശ്ചിതത്വത്തിലേക്ക് വീഴുന്നു എന്നുള്ളതാണ്. അതിൽ നിരവധിയായിട്ടുള്ള സംഭവങ്ങളുണ്ട്. ആ വാർത്തയുമായി ബന്ധപ്പെട്ട് അതിൽ ഓരോ വിഷയവും അവതരിപ്പിച്ചുകൊണ്ട് തന്നെയാണ് മാധുരി ആ വാർത്ത നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഇന്ത്യ ഓസ്ട്രേലിയ 2020 പരമ്പര ഇന്ത്യ സ്വന്തമാക്കിയിരുന്നു. റെയിൻ ക്ലൈമാക്സ് എന്നുള്ള തലക്കെട്ടിലാണ് ആ വാർത്ത നൽകിയിരിക്കുന്നത്. ഓസ്ട്രേലിയക്കെതിരെ ഇന്ത്യ പരമ്പര ജയിച്ചു. പക്ഷേ ഇന്നലത്തെ മത്സരം മഴ മൂലം ഒഴിവാക്കേണ്ട സ്ഥിതി ഉണ്ടായിരുന്നു. 5-ാം മത്സരം മഴ മുടക്കി. ഓപ്പണർമാരായ അഭിഷേക് ശർമ്മയും ശുഭ്മാൻ ഗില്ലും നൽകിയ തകർപ്പൻ തുടക്കത്തിന് പിന്നാലെ ഇടിയും മഴയും വന്നതോടുകൂടി മത്സരം അവസാനിപ്പിക്കുകയായിരുന്നു. മത്സരം ഈ മഴയിൽ ഒലിച്ചുപോയതോടുകൂടി 2-1 ഇന്ത്യ പരമ്പര സ്വന്തമാക്കുകയായിരുന്നു. ഓസ്ട്രേലിയയിൽ ഇതുവരെയും ഒരു 2020 പരമ്പര നഷ്ടമായിട്ടില്ല എന്നുള്ള ഇന്ത്യയുടെ റെക്കോർഡ് അത് കാത്തു സൂക്ഷിക്കാൻ സൂര്യകുമാർ യാദവിനും സംഘത്തിനും കഴിഞ്ഞു എന്നുള്ളതും വാർത്തയിൽ ചൂണ്ടിക്കാണിക്കുന്നു. ഗൾഫ് മാധ്യമത്തിലേക്ക് വന്നാൽ അട്ടപ്പാടി ഭൂമി തട്ടിപ്പുമായി ബന്ധപ്പെട്ട വാർത്തയാണ് പ്രധാനപ്പെട്ട വാർത്തയായി മാധ്യമം നൽകിയിരിക്കുന്നത്. നടപടി വരുന്നു എന്നുള്ളതാണ് അതിൻ്റെ വലിയൊരു തലക്കെട്ടായി നൽകിയിരിക്കുന്നത്. പുതിയ സെറ്റിൽമെൻറ്റ് രജിസ്റ്റർ അനിവാര്യം, ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിക്ക് അനുമതി എന്ന് മന്ത്രി കെ രാജൻ എന്നുള്ളതാണ് അതിൽ നൽകിയിരിക്കുന്ന ബുള്ളറ്റ് പോയിന്റുകൾ എന്ന് പറയുന്നത്. അട്ടപ്പാടിയിൽ ആദിവാസി ഭൂമി സ്ഥിരമായി നഷ്ടപ്പെടുന്നു. അട്ടപ്പാടിയിൽ ആദിവാസി ഭൂമി സ്ഥിരമായി നഷ്ടപ്പെടുന്ന വിഷയത്തിൽ ശക്തമായിട്ടുള്ള നടപടി ഉണ്ടാകുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ വിഷയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ യോഗം ചേർന്നിരുന്നെന്നും അദ്ദേഹം പറഞ്ഞു. മാധ്യമത്തിൻ്റെ തന്നെ ഒരു വാർത്തയാണ്. അട്ടപ്പാടിയിലെ ഭൂമിയിലെ രേഖകൾ സംബന്ധിച്ച ആധികാരികമായിട്ടുള്ള സെറ്റിൽമെൻറ്റ് രജിസ്റ്റർ അനിവാര്യമാണ്. 1920 സെറ്റിൽമെൻറ്റ് രജിസ്റ്ററിൽ ലഭ്യമല്ലാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. ഇതോടൊപ്പം അട്ടപ്പാടിയിലെ 6 വില്ലേജുകളിലും ഡിജിറ്റൽ സർവേ നടത്തും. 3 വില്ലേജുകളിൽ റീസർവേ ആരംഭിച്ചിട്ടുണ്ട്. ബാക്കി 3 വില്ലേജുകളിൽ നവംബറിൽ തന്നെ റീസർവേ ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. അട്ടപ്പാടിയിലെ ഭൂമി തട്ടിപ്പുമായി ബന്ധപ്പെട്ട വാർത്ത മാധ്യമം നേരത്തെ നൽകിയിരുന്നു. അതിൻ്റെ ഒരു തുടർച്ചയെന്നോണമാണ് ഇത്തരത്തിലൊരു പ്രധാനപ്പെട്ട വാർത്ത ഇപ്പോൾ മാധ്യമം നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ്. അതിൽ ഉദ്യോഗസ്ഥരെ ശിക്ഷിക്കണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയും നൽകിക്കൊണ്ടൊരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു. ആ റിപ്പോർട്ടിൻ്റെ പരിസരത്ത് നിന്നുകൊണ്ടാണ് ഇത്തരത്തിലൊരു വാർത്തയിലേക്ക് വീണ്ടും മാധ്യമം എത്തുന്നത് എന്നുള്ളതാണ്. അട്ടപ്പാടിയിലെ 6 വില്ലേജുകളിലും ഡിജിറ്റൽ സർവേ നടത്തും. 3 വില്ലേജുകളിൽ റീസർവേ ആരംഭിച്ചിട്ടുണ്ട്. മറ്റ് 3 വില്ലേജുകളിൽ നവംബറിൽ തന്നെ റീസർവേ ഉണ്ടാകുമെന്ന കെ രാജൻ്റെ ഒരു പരാമർശം അതും നൽകിക്കൊണ്ട് തന്നെയാണ് വാർത്ത നൽകിയിരിക്കുന്നത്. പാലക്കാട് അട്ടപ്പാടിയിൽ വളരെ ദാരുണമായിട്ടുള്ള സംഭവം ഇന്നലെ ഉണ്ടായത്. വീടിൻ്റെ സൺഷെയ്ഡ് താർന്ന് സഹോദരങ്ങൾ മരിച്ചു എന്നുള്ളൊരു വാർത്തയാണ്. അഗളിയിലാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. അഗളിയിൽ ഫണ്ടില്ലാതെ പാതി വഴിയിൽ ഉപേക്ഷിച്ച് വീടിൻ്റെ സൺഷെയ്ഡിൽ കുട്ടികൾ കളിക്കുന്നതിനിടെയാണ് ഇത്തരത്തിലൊരു അപകടമുണ്ടായത് എന്നുള്ളതാണ്. നിർമ്മാണത്തിലിരിക്കുന്ന വീടിൻ്റെ സൺഷെയ്ഡ് തകർന്നു വീണ് സഹോദരങ്ങളായ കുട്ടികൾ മരിച്ചു. അഗളി കരുവാര ഉന്നതിയിൽ അജയ് ദേവി ദമ്പതികളുടെ മക്കളാണ് 7ഉം 4ഉം വയസ്സുള്ള 2 പേർ. ആദി അജയ്, അജിനേഷ് അജയ് എന്നിവരാണ് മരിച്ചത്. ശനിയാഴ്ച വൈകിട്ട് 5ഓടെ കളിക്കുന്നതിനായി വീടിൻ്റെ സൺഷെയ്ഡിലേക്ക് കുട്ടികൾ കയറി ഉടൻ തന്നെ തകർന്നു വീഴുകയായിരുന്നു എന്നുള്ളതാണ് ആ സംഭവത്തെ മാതൃഭൂമി വാർത്തയായി നൽകിയിരിക്കുന്നത്. വിധിക്കൊപ്പം ഇരകൾക്ക് നഷ്ടപരിഹാരം വേണം എന്നുള്ള സുപ്രീം കോടതിയുടെ വിധി അത് നൽകിയിരിക്കുന്നു. 1-ാമത്തെ പേജിൽ വാർത്തയായി മാധ്യമം. വിധി പുറപ്പെടുവിക്കുമ്പോൾ കുറ്റകൃത്യത്തിന് ഇരയായവർക്ക് നഷ്ടപരിഹാരം നൽകുന്നതിന് ഉചിതമായിട്ടുള്ള ഉത്തരവുകൾ പുറപ്പെടുവിക്കാൻ വിചാരണ കോടതികൾക്ക് സുപ്രീം കോടതി നിർദ്ദേശം നൽകി. ലൈംഗിക അതിക്രമം, ആസിഡ് ആക്രമണം, മനുഷ്യക്കടത്ത്, ശാരീരികമോ മാനസികമായിട്ടുള്ള ഉപദ്രവങ്ങൾ തുടങ്ങിയിട്ടുള്ള കേസുകളിൽ ഇരകൾക്ക് നഷ്ടപരിഹാരം നൽകാത്തതിൻ്റെ പ്രാഥമിക കാരണങ്ങളൊന്ന് സെഷൻസ് കോടതികളിൽ നിന്നും വ്യക്തമായിട്ടുള്ള ജുഡീഷ്യൽ നിർദ്ദേശങ്ങൾ ഉണ്ടാകാത്തതാണ് എന്നുള്ളതാണ് കോടതി ചൂണ്ടിക്കാട്ടിയത്. ഇത് ഇരകളുടെ മേൽ അധിക ഭാരം ചുമത്തുകയും അവർക്ക് നിയമസേവന അതോറിറ്റികൾക്ക് മുമ്പാകെ പ്രത്യേകം അപേക്ഷ നൽകേണ്ടി വരികയും ചെയ്യുന്നുവെന്നും കോടതി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു. അത് ഒരു 1-ാമത്തെ പേജിൽ തന്നെ പ്രധാനപ്പെട്ട വാർത്തയായി നൽകിയിരിക്കുന്നു. അനിരുദ്ധ് നീ തോൽക്കില്ല. പാലക്കാട് നടക്കുന്ന സംസ്ഥാന ശാസ്ത്രോത്സവവുമായി ബന്ധപ്പെട്ട വാർത്തയാണ് ആ ഒരു തലക്കെട്ട് നൽകിയിരിക്കുന്നത്. 12 മണിക്കൂർ ഡയാലിസിസ് കഴിഞ്ഞ് ശാസ്ത്രോത്സവത്തിൽ ക്ലേ മോഡലിംഗ് മത്സരത്തിലെത്തി 5ാം ക്ലാസ് വിദ്യാർത്ഥി എന്നുള്ളതാണ് ആ വാർത്ത. അനിരുദ്ധ് നീ തോൽക്കില്ല എന്നുള്ളതാണ് അതിൻ്റെ തലക്കെട്ടായി നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും മാധ്യമവും നിരവധിയായിട്ടുള്ള വാർത്തകൾ ആനുകാലിക പ്രശ്നങ്ങളൊക്കെ തന്നെയും
ചർച്ച ചെയ്ത് അതിൻ്റെ എഡിറ്റോറിയലും ആ നിലയ്ക്ക് തന്നെ ചെയ്തിട്ടുണ്ട്. ന്യൂയോർക്കിലെ പാർട്ടി എന്നുള്ള തലക്കെട്ടിലൊക്കെ ആ വാർത്ത നൽകിയിരിക്കുന്നത്. എന്തായാലും നിരവധിയായിട്ടുള്ള വാർത്തകൾ ഉള്ള ദിവസം കൂടിയാണിന്ന്. മുഖ്യമന്ത്രി ഇന്ന് UAE-യിൽ ഉണ്ട്. അദ്ദേഹം ഇന്ന് പ്രവാസികൾ അഭിസംബോധന സംസാരിക്കും. ഒപ്പം തന്നെ നാട്ടിലും നിരവധിയായിട്ടുള്ള സംഭവങ്ങളൊക്കെ തന്നെയും വാർത്തകൾ ഉള്ള ദിവസം കൂടിയാണ്. പ്രസ് പൂർണ്ണമാവുകയാണ്. നമസ്കാരം.